ഇന്ത്യസ് അയൺ മാൻ, അതായത് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ. ആരാണത്? സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹം അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മുംബൈയിലെ ഒരു കോടതിയിൽ സുപ്രധാനമായ ഒരു കേസ് വാദിച്ചുകൊണ്ട് നിൽക്കുകയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. വാദം പുരോഗമിക്കുന്നതിനിടെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു ടെലിഗ്രാം കോടതി ജീവനക്കാരൻ സർദാർ പട്ടേലിന് കൊടുത്തു. പട്ടേൽ ആ ടെലഗ്രാം ഒന്ന് വാങ്ങി വായിച്ചു നോക്കി. എന്നാൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അദ്ദേഹം തന്റെ കോട്ടിന്റെ പോക്കറ്റിൽ ഈ സാധനം ഇട്ടിട്ട് അദ്ദേഹത്തിന്റെ വാദം തുടർന്നു. ഒടുവിൽ കേസിൽ പട്ടേൽ വിജയിച്ചു. കോടതി നടപടികൾ അവസാനിച്ചതിന് ശേഷം സുഹൃത്തുക്കൾ പട്ടേലിനോട് ഈ ടെലഗ്രാം എന്തായിരുന്നു എന്ന് ചോദിച്ചു. കാര്യം അത്രയും അടിയന്തര പ്രാധാന്യമില്ലാത്ത ഒരു ടെലഗ്രാം ഒരിക്കലും ഒരു ജീവനക്കാരൻ കൊണ്ട് പട്ടേലിന് വിചാരണയ്ക്കിടയിൽ കൊടുക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പട്ടേൽ വളരെ ശാന്തനായിട്ട് തന്റെ പോക്കറ്റിൽ നിന്ന് ആ ടെലഗ്രാം തിരിച്ചെടുത്തിട്ട് അവർക്ക് കൊടുത്തു. അതായത് വാർത്ത ഇതായിരുന്നു: പട്ടേലിന്റെ ഭാര്യ മരിച്ചു. ആ ദുഃഖവാർത്തയായിരുന്നു ഈ ജീവനക്കാരൻ കൊണ്ട് കൊടുത്തത്. കേസ് വാദിക്കുന്ന സമയത്ത് തന്റെ വ്യക്തിപരമായ ദുഃഖവും ദുരന്തവും ഒരു തരത്തിലും തന്റെ ജോലിയെ ബാധിക്കാൻ പട്ടേൽ അനുവദിച്ചില്ല. ആർക്കെങ്കിലും അത് കഴിയുമോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിക്കിടയിൽ നമ്മുടെ ഭാര്യ മരിച്ചു എന്നൊരു ടെലഗ്രാം വന്നാൽ ആ ജോലി ഒന്നും സംഭവിക്കാത്തതുപോലെ തുടരുക എന്ന് പറഞ്ഞാൽ അത്ര മനുഷ്യ സാധ്യമല്ല. പക്ഷേ ഉരുക്കു മനുഷ്യനായ പട്ടേലിന് അത് കഴിഞ്ഞു. തന്റെ കർത്തവ്യബോധത്തിന് പട്ടേൽ അത്രമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു എന്നതിന്റെ തെളിവ് കൂടിയായി പട്ടേലിന്റെ ഈ പെരുമാറ്റം. ഏറ്റെടുക്കുന്ന ജോലിയോട് പരമാവധി ആത്മാർത്ഥത വളർത്തുക, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക. വ്യക്തിപരമായി നിങ്ങളുടെ വിചാരങ്ങളും കാര്യങ്ങളും ഒരിക്കലും നിങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് തടസ്സമാകരുത്.